ക്രൈസ്തവ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ യൂട്യൂബിൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളെ തെളിയിക്കുവാൻ, ആത്മീയഭാഷയിൽ പറഞ്ഞാൽ ജീവൻ്റെ വചനം തെളിയിക്കുവാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ വിലയേറിയ മകൽ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അടിയൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നതോടൊപ്പം ഇന്നത്തെ തിരുവചന ചിന്ത എന്ന് പറയുന്നത് വിവാഹത്തെക്കുറിച്ചാണ്. വിവാഹം എന്താണ്? വിവാഹമെന്ന് എല്ലാവർക്കും അറിയാം. വിവാഹം കഴിച്ചവർ കഴിച്ചു പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. കഴിക്കാത്തവർ കഴിക്കാനുള്ള തത്രപ്പാട്ടിൽ ഇങ്ങനെ ഓടി നടക്കുക. ഇങ്ങനെ പല വിധത്തിലുള്ള വിഷമത്തിൽ കൂടെയൊക്കെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മെയിനായിട്ടുള്ള എൻ്റെ ഒന്ന് രണ്ട് ചിന്തകളാണ് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത്. ഈ വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സായി നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വിവാഹം കഴിക്കാമോ? തിരുവെഴുത്തിൻ പ്രകാരമാണെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം ഭാര്യ രണ്ട് കൂട്ടർക്കും വിവാഹം കഴിക്കുവാൻ വ്യവസ്ഥ ഇല്ല. എങ്കിലും കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 7-ാം അധ്യായം പൗലോസ് അപ്പോസ്തലൻ അഭിപ്രായമായിട്ടും ദൈവത്തിൻ്റെ കൽപ്പനയായിട്ടും ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. 7-ാം അധ്യായം ഫുള്ള് വായിക്കുക. ഒറ്റ വീഡിയോ തീർക്കാൻ വേണ്ടിയാണ് ഓടിപ്പോകുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പൗലോസ് അപ്പോസ്തലൻ എന്നെപ്പോലെ അജിതേന്ദ്രിയം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ വിധവമാരും വിവാഹം കഴിക്കാത്തവരും അങ്ങനെ തന്നെ പാർത്തുകൊണ്ടാൽ നന്നെന്ന് അദ്ദേഹം കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 7-ാം അധ്യായത്തിൽ പറയുക. അജിതേന്ദ്രിയം ഉണ്ടാകണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതില്ല എങ്കിൽ വിവാഹം കഴിച്ചു കൊള്ളട്ടെ എന്നാണ് പറയുന്നത്. അത് ആരുമായിട്ടാണെന്ന് ദൈവഭയമുള്ള, ദൈവശുദ്ധിയും വേർപാടുമുള്ള, ദൈവഭയമുള്ള, കർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയുമായിട്ടേ ആകാവൂ എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 7-ാം അധ്യായത്തിൽ വിശദമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. തന്നെ വിവാഹത്തെക്കുറിച്ചൊരു 3-4 കാര്യങ്ങൾ ഓടിച്ചു പറഞ്ഞ് മുടങ്ങിക്കിടക്കുന്ന 3 വിവാഹങ്ങളുണ്ട്. മുടങ്ങിക്കിടക്കുന്ന 3 വിവാഹങ്ങൾ. 2 ക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഞാനൊരുക്ക വീഡിയോയിൽ ഇട്ടതാണ്. എങ്കിലും ഞാൻ ഈ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഓടിച്ചു പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. കമ്പിവാചകം പോലെ ഓടിച്ചു പോകാനേ പറ്റത്തുള്ളൂ. ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. വിവാഹം മുടങ്ങുന്ന 2 ക്ഷേത്രങ്ങൾ. ഒന്ന് ശബരിമല ക്ഷേത്രമാണ്. അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മാളികപ്പുറത്തമ്മ അയ്യപ്പനെ കണ്ടിട്ട് പറഞ്ഞു, എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അയ്യപ്പൻ പറഞ്ഞു, വർഷത്തിൽ എന്നെ കാണാൻ പുതിയ ഒരു ഭക്തൻ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. പുതിയ ഭക്തഗണങ്ങൾക്ക് ക്ഷാമമില്ലാത്തതുകൊണ്ട് ഇതുവരെയും ആ വിവാഹം മുടങ്ങിക്കിടക്കുകയാണ്. രണ്ടാമതായിട്ട് തൃശ്ശൂർ ക്ഷേത്രമാണ്. പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചാൽ തിരുവമ്പാടി ഭഗവതിയും പാറമേക്ക ഭഗവതിയും സഹോദരിമാരാണ്. ശിവനുമായിട്ടുള്ള വിവാഹം നടക്കും എന്നുള്ള പ്രതീക്ഷയുമായി ഓരോ വർഷവും കൂടി വരും. അത് ഇന്ന് വരെയും നടന്നിട്ടില്ല. പൂരത്തിന് ആനകളെയും എഴുന്നള്ളിച്ച് 2 വശത്ത് നിർത്തി
ഉപചാരം ചൊല്ലി മടങ്ങുകയാണ് പതിവ്. അടുത്ത വർഷം വരെ പ്രത്യാശയോടെ അവർ കാത്തിരിക്കുന്നു. ഇന്നുവരെയും ആ വിവാഹം മുടങ്ങിക്കിടക്കുകയാണ്. ഇതുവരെയും നടന്നിട്ടില്ല. ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. മൂന്നാമത് മുടങ്ങിക്കിടക്കുന്ന വിവാഹം എന്ന് പറയുന്നത് കാന്തനും ക്രിസ്തുവും യേശുക്രിസ്തുവും ദൈവസഭയുമായുള്ള വിവാഹം മുടങ്ങിക്കിടക്കുകയാണ്. എഫേസ്യർ 5:26 മുതൽ 32 വരെ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4:16-17 മുടങ്ങിക്കിടക്കുകയാണ്. വിവാഹത്തെക്കുറിച്ചുള്ള പൗലോസ് അപ്പോസ്തലന്റെ അഭിപ്രായം വിവാഹം കഴിക്കാം കഴിക്കണ്ട. കൊരിന്ത്യർക്ക് 1 ലേഖനം 7-6 മുതൽ 9 വരെ വായിക്കുക. എബ്രായർ 13:4 വിവാഹം എല്ലാവർക്കും മാന്യം, കിടക്ക നിർമ്മലം. ഏദൻ പറുദീസായിൽ യഹോവയാം ദൈവം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ടിട്ട് തക്ക തുണയെ ദൈവം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എല്ലാവർക്കും അറിയാം. അപ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥനയോടെ ചില കാര്യങ്ങൾ ഓടിച്ച് നമുക്ക് ചിന്തയിലേക്ക് കൊണ്ടുവരാം. ഈ സമുദായ സഭകളെ നോക്കിയാൽ വിവാഹത്തിന് 3 ചടങ്ങുകളാണ്. അവർക്ക് 3 ചടങ്ങുകളുണ്ട്. ഒന്ന് കുരിശു വാഴ്ത്തുക, മോതിരമണിയൽ, കുരിശു വാഴ്ത്തുക. 3 കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം. ഈ കുരിശു വാഴ്ത്തിയതിനനന്തരം മണവാളൻ്റെ മുഖത്തോട് കുരിശ് കൊണ്ടുവന്ന് പാടും. വാഴ്ത്തിയ കുരിശ് കൊണ്ടുവന്ന് മണവാളൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ചിട്ട് പാടുന്ന ഒരു പാട്ടുണ്ട്. ഒരു വരി പാട്ടേ ഉള്ളൂ. വാനിൽ നിന്നൊരു മകുടം, ഭക്തൻ കയ്യാൽ മണവാളൻ ശിരസിന്മേൽ മുടി ചൂടിയിടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതേ കുരിശ് തന്നെ എടുത്തുകൊണ്ട് മണവാട്ടിയുടെ മുൻപിൽ മുഖത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയും, മണവാട്ടിയുടെ മുൻപിൽ കുരിശ് കൊണ്ടുവന്നിട്ട് മണവാട്ടി തൻ ശിരസിന്മേൽ മുടി ചൂടിയിടട്ടെ എന്ന് പറഞ്ഞ് അവർ വിവാഹം നടത്തുക പതിവുണ്ട്. അതിനുശേഷം മന്ത്രകോടിയൊക്കെ ഉണ്ട്. അത് നീതിപ്രവൃത്തികളെക്കുറിച്ച് പറയുക. വെളിപ്പാട് പുസ്തകം 19, 7, 8, 9 വാക്യങ്ങൾ. ഇങ്ങനെ 3-4 കാര്യങ്ങളുണ്ട്. എൻ്റെ വിഷയമെന്ന് പറയുന്നത് ഈ വിവാഹം വേർപെടുത്തി നിൽക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. ഒത്തിരി പേരുണ്ട്. വിവാഹം കഴിക്കാമോ? ഭാര്യ പിണങ്ങിപ്പോയവർ, ഭർത്താവ് പിണങ്ങിപ്പോയവർ, ഇങ്ങനെ നിൽക്കുക ഒരുപാട് കൂട്ടരെ എനിക്കറിയാം. പക്ഷേ അത് ദൈവകൃപയുള്ളവരുമായിട്ട് യോജിപ്പിക്കുവാൻ പറഞ്ഞതിൻ്റെ കാരണം, പൗലോസ് അപ്പോസ്തലൻ അഭിപ്രായമായി പറഞ്ഞതിൻ്റെ കാരണം ദുർനടപ്പുണ്ടാകാതിരിക്കാൻ. ഈ ദുർനടപ്പ് അതാ കൊരിന്ത്യർക്ക് 1 ലേഖനം 7-ാം അധ്യായം പഠിച്ചാൽ മതി. ദുർനടപ്പുണ്ടാകാതിരിക്കാൻ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ച ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത്, മനഃശാസ്ത്രജ്ഞനായ ഒരു വ്യക്തി പറഞ്ഞത്, തക്ക തുണയായി വരണമെങ്കിൽ വിവാഹം കഴിഞ്ഞ് 5 വർഷം എടുക്കണമെന്ന ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. അപ്പോൾ 5 വർഷം എടുക്കുന്ന മനഃശാസ്ത്രജ്ഞൻ്റെ അഭിപ്രായം.
വിവാഹം കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അച്ചായ എന്ന് വിളിച്ച സ്ഥാനത്ത് ചായയായി മാറും. അവസാനം മുഖച്ചായ തന്നെ മാറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ തമ്മിലടിച്ച് പിരിഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടർക്ക് വേണ്ടിയാണ് ഈ ആലോചന ഞാൻ ദൈവവചന അടിസ്ഥാനത്തിൽ തരുന്നത്. അപ്പോൾ നമുക്ക് തിരുവചന ചിന്തയിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ചരിത്രപരമായി കൂടെ വന്നു കഴിഞ്ഞെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പം കുടുംബജീവിതത്തിൻ്റെ സ്ഥാപകൻ കർത്താവാണ്. കുടുംബജീവിതം കൊടുത്തത് കർത്താവാണ്. മാതാവായി പിതാവായി ഇരുന്നത്, കാർമ്മികത്വം വഹിച്ചത്, നടത്തിപ്പുകാരനെല്ലാം ദൈവം തന്നെയാണ്. അപ്പം കുടുംബജീവിതത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ദൈവം. ഇതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു മത്തായി 19 അധ്യായം കൂടെ നിങ്ങൾ ചേർത്ത് പഠിച്ചോണം. ഈ വ്യഭിചാരത്താൽ അല്ലാതെ ഒരാളെ ഒരു ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടില്ല, അത് നേരിൽ കണ്ട് ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ഭാഗം നിങ്ങൾ വായിച്ചോണം, മത്തായി 19. എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരാം. വിവാഹബന്ധം വേർപെടുത്തിയാൽ പുനർവിവാഹം ചെയ്യാമോ, അടുത്തൊരു വിവാഹം ചെയ്യാമോ എന്ന് ഉള്ള ചോദ്യത്തിന് മറുപടിയാണ് ഞാനീ പറയുന്നത്. എല്ലാവർക്കും അറിയാം, വിവാഹത്തിൻ്റെ സ്ഥാപകൻ ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം വായിക്കുക. ഉൽപ്പത്തി പുസ്തകം 26, 27, 28 വാക്യങ്ങൾ വായിക്കുക. അവർ സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അവർ അടുത്ത് പറയുന്ന ഒരു പദമുണ്ട്, നിങ്ങൾ പെറ്റുപെരുകി സന്താനപുഷ്ടിയുള്ളവരായിത്തീരണം. അപ്പം ഇതിനെ എടുത്തുകൊണ്ട്, ഈ വചനം എടുത്തുകൊണ്ട് യഹൂദന്മാർ പറയുന്ന ചില ചിന്തകളുണ്ട്. ദൈവം പറഞ്ഞതിനപ്പുറത്ത് അവർ ഒരു കാര്യം ചെയ്യുകയോ, ദൈവം പറഞ്ഞതിനപ്പുറത്ത് അവർ ഒരു കാര്യം ചെയ്യത്തില്ല. മോശയുടെ ന്യായപ്രമാണം വിട്ടൊരു കളി അവർക്ക് ഇന്നുമില്ല, അന്നുമില്ല, ഇന്നുമില്ല. അപ്പോൾ ദൈവം തക്കതുണയെ കൊടുത്തു. ഒരുപാട് ആത്മീയ ദൂതുകൾ അമ്മ അവിടെ തന്നെ കിടപ്പുണ്ട്, യാദൻ തോട്ടത്തിൽ തന്നെ കിടപ്പുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 7:1 മുതൽ 40 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ അഭിപ്രായത്തിൽ തുടങ്ങി പൗലോസ് അപ്പോസ്തലൻ അഭിപ്രായത്തിൽ നിർത്തുന്നു. 40-ാം വാക്യത്തിൽ തൻ്റെ അഭിപ്രായത്തിൽ ഇതിനിടയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അദ്ദേഹം. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 7:3 മുതൽ 7 വരെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹം വിവാഹിതനായിരിക്കാനാണ് കൂടുതൽ സാധ്യത. 100% എൻ്റെ അഭിപ്രായത്തിൽ, കാരണം അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. കാരണം അപ്പോസ്തലനായ പൗലോസ് യഹൂദ റബിയാണ്. പരിച്ഛേദന മുതൽ യഹൂദ നിയമപ്രകാരം അനുഷ്ഠിക്കേണ്ടത് എല്ലാം അനുഷ്ഠിച്ചവനാണ് താനെന്ന് സ്വയം അവകാശപ്പെടുന്ന സ്ഥിതിക്ക് വിവാഹത്തെ സംബന്ധിച്ച് യഹൂദ വിധിയും അവൻ തീർച്ചയായും പോൾ അനുസരിച്ചിരുന്നിരിക്കണം, അല്ലാതെ പറ്റത്തില്ല. കാരണം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. തിമത്യോസിൻ്റെ 2-ാം ലേഖനമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ തിമത്യോസിൻ്റെ അപ്പൻ യവനനായതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഈ തിമത്യോസിനെ കൊണ്ടുപോലും പരിച്ഛേദന ചെയ്യിപ്പിച്ചു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഒരു യഹൂദ നിയമം അനുസരിച്ച് യഹൂദ റബി ആയതുകൊണ്ട് എല്ലാം അനുഷ്ഠിച്ചിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് എല്ലാം അനുഷ്ഠിച്ചിരിക്കണം എന്ന് തന്നെയാണ് യഥാർത്ഥ വിശ്വാസം. യഹൂദൻ്റെ പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് സ്വർഗത്തിൽ നിന്നും നിഷ്കാസിതരാകുന്ന 7 കൂട്ടരുണ്ട്. ആ 7 കൂട്ടരിൽ ഒന്നാമതായി സ്വർഗത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നവരാണ്.
അതാരൊക്കെയാണെന്ന് വിശദീകരിക്കാൻ സമയമില്ല. 2, ഭാര്യയില്ലാത്തവനും ഭാര്യ ഉണ്ടായിട്ട് കുട്ടിയില്ലാത്തവനുമായ യഹൂദനാണ്. ഭാര്യയില്ലാത്തവനും ഭാര്യ ഉണ്ടായിട്ട് കുട്ടിയില്ലാത്തവനുമായ യഹൂദനാണ്. 3, യഹൂദന്മാരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് വിവാഹം കഴിച്ച് കുട്ടികളെ ജനിപ്പിക്കാത്തവൻ ഭാവി തലമുറയുടെ ഘാതകനാണ്, അല്ലെങ്കിൽ കുലപാതക കുറ്റം ഏറ്റുവാങ്ങുവാൻ ജനിപ്പിക്കാത്തവൻ ഭാവി തലമുറയുടെ ഘാതകനാണ്. ഉൽപ്പത്തി പുസ്തകം 26, 27, 28 വാക്യം കൊണ്ടാണ് അവർ പറയുന്നത്. ഈ കുലപാതക കുറ്റം ഏറ്റുവാങ്ങുവാൻ ഒരു യഹൂദനും തയ്യാറായിരുന്നില്ല. തന്നെയുമല്ല, ദൈവത്തിൻ്റെ സാദൃശ്യങ്ങളുടെ എണ്ണത്തെ, അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടി വരും. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആദാമിനെ സൃഷ്ടിച്ചോളൂ. പെട്ടെന്ന് പറയാം. ഹൗവയെ സൃഷ്ടിക്കുന്നത് വാരിയെല്ലും കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 2:18 മുതൽ 21 വരെ ആദാമിൻ്റെ വാരിയെല്ലെന്നെടുത്ത് സൃഷ്ടിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരെ സാദൃശ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആദാമിനെ സൃഷ്ടിച്ചു, തക്ക തുണയെ കൊടുത്തു, അവർക്ക് ദൈവം ആദാമെന്ന് പേരിട്ടു. അത് കഴിഞ്ഞിട്ട് അടുത്ത പദം എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 5-ന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗം വായിച്ചാൽ മതി. അവിടെ കിടക്കുന്ന ഒരു പദമാണ് അടുത്ത് ആദാമിൻ്റെ സാദൃശ്യത്തിലും ആദാമിൻ്റെ സ്വരൂപത്തിലുമാണ് നമ്മളുള്ളത്. ആദാമിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ആദാം മാത്രമേ ഉള്ളൂ. പോട്ടെ, ആ ഭാഗം ഞാൻ അവിടെ സാദൃശ്യം വന്നതുകൊണ്ട് പറഞ്ഞതാ. അപ്പോൾ ദൈവത്തിൻ്റെ ഇനി അങ്ങനെ എടുക്കാം. ദൈവത്തിൻ്റെ സാദൃശ്യങ്ങളുടെ എണ്ണത്തെ ഭൂമിയിൽ കുറയ്ക്കുവാനായി അവിവാഹിതനെ കണക്കാക്കിയിരുന്നു. സാദൃശ്യങ്ങളുടെ എണ്ണത്തെ ഭൂമിയിൽ കുറയ്ക്കുവാനായിട്ട് അവിവാഹിതനെ കണക്കാക്കിയിരുന്നു. 1:31-26-28 പെറ്റുപെരുകി സന്താനപുഷ്ടിയുള്ളവരായി തീരുവിനെന്ന ദൈവകൽപ്പന പാലിക്കുവാൻ കടപ്പെട്ടവനായിരുന്നു യഹൂദൻ. അതുകൊണ്ട് വിവാഹം കഴിക്കാതെ ഇരിക്കുന്നവൻ യഹൂദ നിയമപ്രകാരം ദൈവകൽപ്പനയെ ലംഘിക്കുന്നു, വലിയ കുറ്റക്കാരനായി തീരുന്നു. യഹൂദൻ്റെ വിവാഹപ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. അടുത്തതായിട്ട്, അതുകൊണ്ട് മതഭക്തനായ ഒരു യഹൂദൻ എന്ന നിലയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് 18-ാമത്തെ വയസ്സിൽ വിവാഹിതനായിരിക്കണം. വിവാഹിതനായിരിക്കാനാണ് സകല സാധ്യതകളും ഉള്ളത്. അതുമാത്രവുമല്ല, അപ്പോസ്തലനായ പൗലോസ് സെൻഹദ്രീൻ സംഘത്തിലെ അംഗമായിരുന്നതിനാൽ വിവാഹം കഴിക്കണമെന്നാണ് നിയമം. തൻ്റെ അനുവാദം കൂടെ വാങ്ങിച്ചിട്ടാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയുടെ 26-ാം അധ്യായം 9 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുക. കൂടാതെ മേൽ വിവരിച്ച അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാത്തവനെ സന്നദ്ധിൻ സംഘമാക്കുന്ന പ്രശ്നമേ ഇല്ലായിരുന്നു. വിവാഹിതർ മാത്രമേ ദയോടുകൂടി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയുള്ളൂ എന്നാണ് ഇതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട്, ഒന്നുകിൽ അപ്പോസ്തലനായ പൗലോസിന് ഒന്നുകിൽ ഭാര്യ മരിച്ചിരിക്കാനോ അല്ല എങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പെന്തക്കോസ്തിൽ വന്നതുകൊണ്ടോ, എൻ്റെ ഭാഷയെ ക്രിസ്ത്യാനി ആയതിൽ പ്രതിഷേധിച്ച് തന്നെ ഉപേക്ഷിച്ചു പോയിരിക്കാനോ സാധ്യതയുള്ളതായി ചരിത്രം പറയുന്നു. കാരണം അതിന്ന് ഓൾറെഡി നടപ്പുണ്ടല്ലോ. ആരെങ്കിലും ഒരാൾ പെന്തക്കോസ്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിച്ചു പോവുക.
ഇതിൽ കുറേ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, പക്ഷെ ഇത് അറിയാമെന്നുള്ളവർക്ക് വേണ്ടിയല്ല, ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഏതായാലും വിവാഹ ജീവിതത്തോടും കുടുംബജീവിതത്തോടും പിൽക്കാലത്ത് താൻ വിട പറഞ്ഞ് തന്നെ പോലെ മറ്റുള്ളവർ ആകണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിച്ചതിൻ്റെ ഏക അടിസ്ഥാനം കർത്താവിൻ്റെ വീണ്ടും വരവ് അത്രയ്ക്ക് അടുത്തിരുന്നു എന്ന് തൻ്റെ വലിയ വിശ്വാസമായിരുന്നു. വിവാഹത്തെ വില കുറച്ച് കാണുകയല്ല ചെയ്തത്, ശ്രദ്ധ കൂടുതൽ കർത്താവിൻ്റെ വരവിൻ്റെ ഒരുക്കത്തിലാണ് കൊടുക്കേണ്ടത് എന്ന് നിഷ്കർഷിച്ച് പറഞ്ഞുവെന്നേ ഉള്ളൂ. അടുത്തതായിട്ട് കൊരിന്ത്യ സഭയുടെ പശ്ചാത്തലം അനുസരിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 4:7 ശരീര സംബന്ധമായതെല്ലാം തന്നെ തിന്മ നിറഞ്ഞതാണ്. എല്ലാവർക്കും കൊരിന്ത്യ സഭയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ആ കൊരിന്ത്യ സഭയെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 4 ലേഖനമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഈസിയായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആര് വായിക്കുന്നു, ആര് ഗ്രഹിക്കുന്നു, ആര് തിരിച്ചറിയുന്നു, ആര് രുചിച്ചറിയുന്നു, ഇതൊന്നുമില്ല. എത്യോപ്യയിലെ ഷണ്ണം വായിക്കുന്നത് പോലെ വായിച്ചങ്ങ് പോകുന്നതല്ലാതെ യാതൊരു ഗുണവും ഉണ്ടാവുന്നില്ല. ശരി, അപ്പോൾ യൗവനജ്ഞാനത്തിൽ ശരീരം ഒരു ശവകുടീരമാണ്. ഞാൻ ഒരു മൃതശരീരത്തോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വെറും ഒരു ആത്മാവാണ് എന്നാണ് എപ്പിക്റ്റേറ്റസ് എന്ന ചിന്തകൻ പഠിപ്പിച്ചത്. ശരീരമല്ല ആത്മാവാണ് വലുത് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു സംശയം. ശരിയായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ വിവാഹിതൻ ശാരീരിക ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്നും അവരിൽ ചിലർ വാദിച്ചു. അപ്പോസ്തലനായ പൗലോസ് വിവാഹത്തിന് വളരെ ഉന്നതമായ സ്ഥാനമാണ് നൽകുന്നത്. വിവാഹം ഒരു സഹവർത്തിത്വ ജീവിതമാണ്. ഭാര്യയ്ക്കോ ഭർത്താവിനോ തമ്മിൽ അന്യോന്യം പുരകങ്ങളായി പ്രവർത്തിക്കാനല്ലാതെ സ്വതന്ത്രമായി ഒറ്റയ്ക്ക് നിൽക്കാനുള്ള അവകാശമില്ല. പ്രാർത്ഥനയ്ക്കല്ലാതെ വേർപെട്ടിരുന്നു കൂടാ. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധം ഒഴിവാക്കേണ്ട ആവശ്യവും ഇല്ല. ഇതൊക്കെയാണെങ്കിലും എന്നെപ്പോലെ അപ്പോസ്തലനായ പൗലോസ് പറയുക, എന്നെപ്പോലെ ഏകനായി ജീവിക്കുന്നവരായിരിക്കണം എല്ലാവരും എന്ന് പറയുമ്പോൾ വിവാഹത്തിൻ്റെ ഉന്നത സ്ഥാനത്തെ താൻ മറ്റൊരു വിധത്തിൽ കാണുകയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് കാണുകയായിരുന്നു. വിവാഹത്തെ ഒരു അനുപേക്ഷണീയമായി കാര്യമായി കണക്കാക്കിയിട്ടില്ല എന്നത് വ്യക്തമാണ്. ലഭിച്ചിരിക്കുന്ന കൃപാവരപ്രകാരം വിവാഹത്തെ കാണുക എന്നതാണ് അപ്പോസ്തലനായ പൗലോസ് അവസാനമായി പറയുവാനുള്ളത്. കൃപാവരം ലഭിച്ച സുബോധമുള്ളവർ വിവാഹിതരാകുന്നതാണ് ദൈവഹിതം എന്നതിന് തർക്കമില്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നത് നിതാന്ത സത്യമാണ്. 32:18 മുതൽ 23 വരെ, എബ്രായർ 13:3-4 വാക്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ ഇത്രയും കാര്യം ഇത് പറഞ്ഞിട്ട് ഇനിയാണ് ഞാൻ എൻ്റെ ചിന്താ വിഷയത്തിലേക്ക് വരുന്നത്.
മെസ്സേജ് നിങ്ങൾ തീർത്ത് കേട്ടിട്ട് അഭിപ്രായം പറയാം. ഞാൻ പല സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് അനേക ഇടങ്ങളിൽ വിവിധ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒന്നുകിൽ ഭർത്താവ് മരിച്ച ഭാര്യ അല്ലെങ്കിൽ വിധവ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഭയങ്കരമാണ്. നിങ്ങൾ കൊരിന്ത്യർക്ക് 1 ലേഖനം 7-ാം അധ്യായം, മത്തായി 19-ാം അധ്യായം, ഇതൊക്കെ നിങ്ങൾ വായിച്ചോണം. വിവാഹം വേർപെടുത്താൻ ആർക്കും ആവശ്യമല്ല, ഒരുത്തനും അധികാരം കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഭർത്താവ് മരിച്ചിട്ട്, യൂട്യൂബിൽ കൂടെയാണ് പറയുന്നത്, ഇത് അനേകർ കേൾക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷെ ഒരുത്തനെങ്കിലും മീശയും പഠിച്ച് കറുത്ത പാൻറ്റും ഇട്ട് വെള്ള ഷർട്ടും ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരുത്തനെങ്കിലും മാനസാന്തരം ഉണ്ടാകട്ടെന്ന് വിചാരിച്ചാ പറയുന്നത്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ അടുത്തിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം, 3-ാമത്തെ ദിവസം പോയി വിവാഹം കഴിക്കരുത്, ഇനിയും ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. അത് അവന് പറയാൻ ആരാ അധികാരം കൊടുത്തത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എന്നെപ്പോലെ അജിതേന്ദ്രിയത്വമില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം? അവർ വിവാഹം കഴിക്കട്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അവർ വിവാഹം കഴിക്കട്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? കാരണം ദൈവം തന്നെ പറഞ്ഞു, വിവാഹം എല്ലാവർക്കും മാന്യമാണ്, കിടക്ക നിർമ്മലമാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. മത്തായി 19-ൽ വ്യഭിചാരത്താൽ ഇപ്പോ മരുഭൂമിയിൽ വെച്ച് മോശ ഉപേക്ഷണപത്രം എഴുതി കൊടുക്കാൻ പറഞ്ഞതിൻ്റെ കാരണം, അങ്ങനെ കണ്ടാൽ ഉപേക്ഷണപത്രം കൊടുക്കാൻ പറഞ്ഞത് ഇസ്രായേൽ ജനം കഠിന ഹൃദയവും സകലത്തെ എതിർക്കുന്നവരുമായ ഒരു ജനത്തെയായിരുന്നു, സകലത്തെ എതിർക്കുന്ന ഒരു ജനത്തെയായിരുന്നു മോശ നയിച്ചിരുന്നത്. മത്തായി 19:1-12 വരെ വായിച്ചാൽ മതി. ആവർത്തനം 24-ന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗം കൂടെ വായിക്കണം. എന്താണ് ഉപേക്ഷണപത്രം എഴുതി കൊടുക്കാൻ പറഞ്ഞത്? വ്യഭിചാരത്താലല്ല. കാരണം മരുഭൂമിയിലൊന്നും പെട്ടെന്നൊരു പത്രം വാങ്ങിച്ച് ഉപേക്ഷണപത്രം എഴുതി കൊടുക്കാൻ പറ്റത്തില്ല. ആ ദേഷ്യമൊക്കെ കഴിയുമ്പോൾ ഇത് മടങ്ങി അവരുടെ ദേഷ്യമൊക്കെ തീരുമ്പോൾ അവർ ഒന്നിച്ച് ജീവിക്കുമെന്നുള്ള ഒരു ആത്മീയ ചിന്താഗതിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും താഴ്ചകളും, പണ്ടൊരാൾ പാടിയതുപോലെ, വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. അതെ, അടുത്ത പാടി, ഈ ജീവിതമെന്ന് ശരിയായിട്ടില്ലയോ ജീവിപ്പിക്കും പരനേ എന്ന് പാടിയതുപോലെ, ആദ്യം പാടുന്നത് എവിടെ പോയി ഞാൻ അവനായി ജീവൻ വെക്കണമെന്നാണ്. രണ്ടാമത് പാടും വീഴ്ചകൾ 15 വർഷം കഴിയുമ്പോൾ വീഴ്ചകൾ താഴ്ചകൾ വന്നു. അടുത്ത ഒരു 40 വർഷമൊക്കെ ആകുമ്പോൾ പറയും, ഈ ജീവിതം ഒന്നും ശരിയായിട്ടില്ലയോ, ഇതുവരെ ശരിയായിട്ടില്ല. അപ്പം ഇതുവരെ ശരിയാകാത്തവരും, അപ്പം എന്തുകൊണ്ടാണ് ഞാനിത് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, പെട്ടെന്നൊരു ദേഷ്യത്തിന് ഒരു ഉപേക്ഷണപത്രം എടുത്തു കൊടുക്കൽ നടക്കത്തില്ല. വർഷങ്ങളെടുക്കും. മരുഭൂമിയിലല്ലേ യാത്ര, കാണേണ്ടവരെ കണ്ടെടുത്തൊക്കെ വരുമ്പോൾ സമയമെടുക്കും. മത്തായി 19-1 മുതൽ 12 വരെയുള്ള വാക്യവും ആവർത്തനം 24-ന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗം വായിച്ചാൽ മതി.
ഞാനത് എനിക്കറിയാം, ഇത് പലരും കാണുന്നുണ്ട്. ഭർത്താവ് മരിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ കതകിന് പോയി തട്ടിയ പുള്ളികളെ എനിക്കറിയാം. ഭാര്യ ഉണ്ടായിട്ട് അന്യ സ്ത്രീകളോടുകൂടെ പോയ വ്യക്തികളെ എനിക്കറിയാം. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എന്തൊക്കെയോ കാരണവശാൽ, വാഗ്വാദമായിരിക്കാം, ഈഗോ ആയിരിക്കാം, താഴ്മയില്ലാതെ ആയിരിക്കാം, ഇല്ലാത്തതായിരിക്കാം, അനുസരണക്കേടായിരിക്കാം, അന്യോന്യം കോഴിപ്പോര് നടത്തുന്നവർ കൊണ്ടായിരിക്കാം ഈ ഡിവോഴ്സിന്റെ വക്കിലെത്തിയത്. പക്ഷെ ഇവരിങ്ങനെ, ഈ ചെറുപ്പക്കാരായ ഇവർ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ അവർ വ്യഭിചാരത്തിലും മറ്റ് കാര്യങ്ങളിലും വേശ്യാവൃത്തികളിലും അവർ ചെന്ന് പെടാതിരിക്കാൻ പ്രാർത്ഥിച്ച് അവർക്ക് കൊടുക്കേണ്ട ആലോചനകൾ കൊടുത്ത് അവരെ കൂട്ടിയോജിപ്പിക്കുന്നതല്ലേ നല്ലത്. ഇല്ല എങ്കിൽ, അതിനവർ സമ്മതമല്ല എങ്കിൽ വേറൊരു വിവാഹം കഴിപ്പിക്കുന്നതല്ലേ നല്ലത്. ദൈവഭക്തനായ, ഇപ്പോൾ ഒരു ശുശ്രൂഷകനെ കുറിച്ചെടുക്കാം. അയ്യോ, അങ്ങനെ ഒരു ശുശ്രൂഷകന് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ, വന്നവരിഷ്ടം പോലെ ഇല്ലേ നമ്മുടെ ദേശത്ത്? ഇവിടെ കാശുണ്ടെങ്കിൽ കാശുകാരൻ്റെ കൂടെ എല്ലാവരും നിൽക്കും. അല്ലാതെ ദൈവവചന അടിസ്ഥാനത്തിൽ ഒരൊറ്റ ഒരെണ്ണം നിൽക്കത്തില്ല. ഞാൻ മത്തായി 19-ാം അധ്യായം പഠിച്ചു, ആവർത്തനം 24-ാം അധ്യായം പഠിച്ചു, കൊന്തിരിക്കഴിവ് 1-ാം ലേഖനം പഠിച്ചു, 7-ാം അധ്യായം 11-ാം അധ്യായം പഠിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കിയോണ്ടായി ഞാൻ ഈ പറയുന്നത്. അപ്പോസ്തലനായ പൗലോസും വിവാഹം കഴിച്ചു. യഹൂദ അറബിയാവണമെങ്കിൽ വിവാഹം കഴിക്കണ്ടേ? യഹൂദ ആചാരം അനുഷ്ഠിക്കണ്ടേ? എല്ലാം ചെയ്ത വ്യക്തിയല്ലേ അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാതെ നിലനിൽക്കാനുള്ള അജിതേന്ദ്രിയത്വം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം കഴിച്ചില്ല. അദ്ദേഹം തന്നെ പറയുന്നില്ലേ, കേബാവെ പോലെ എനിക്കും വേണമെങ്കിൽ ഭാര്യ സഹോദരിയുമായിട്ട് നടക്കാമായിരുന്നു. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്ക് എൻ്റെ കർത്താവാണ് വലുതെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ വരവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജാതികളുടെ അപ്പോസ്തലൻ എന്നുള്ള പേര് അവൻ സമ്പാദിച്ച് ജാതികളുടെ അപ്പോസ്തലൻ എന്നായിട്ട് അദ്ദേഹം കർത്താവിൻ്റെ സേവ ചെയ്ത് അവസാന ഘട്ടം വരെയും താൻ വിശുദ്ധിയോടെ വേർപാടോടെ നിന്നു. ഈ ഭക്തന്മാരെ കപട ഭക്തന്മാരാ കൂടുതലുള്ളത്. പലരും എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അങ്ങനെ വിവാഹം കഴിച്ചവരെ സഭയിൽ കയറ്റുന്നില്ല. അതിൻ്റെ സഭയെ കയറ്റാത്തതിൻ്റെ കാര്യം ആരെങ്കിലും ഒരാൾ പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പറ, എന്നെ വിളിക്കും. പിന്നെ അങ്ങല്ല, ഈ ശർക്കരയിൽ മുള്ളിനകത്ത് മുള്ളു പൊതിഞ്ഞ് ശർക്കര വെച്ചിരിക്കുന്നത് പോലെ അങ്ങ് കൊണ്ടു നടക്കുക, അത്രേ ഉള്ളൂ. കർത്താവ് പറഞ്ഞൊരു വചനം പറയാം. യാക്കോബിൻ്റെ ലേഖനം 1:27 ദൈവത്തിൻ്റെ മുൻപാകെയുള്ള
ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. തന്നെത്താൻ കാത്തുകൊള്ളുക. എത്രയോ പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇയാൾ ശല്യത്തിന് വരുന്നു, ശല്യത്തിന് വരുന്നു, ശല്യത്തിന് വരുന്നെന്ന്. അതിനേക്കാളും നല്ലതല്ലേ ആ ചെറുപ്പക്കാർ രണ്ടുപേരും സാഹചര്യങ്ങളായിരിക്കാം, അവർ കുടുംബബന്ധം വേർപെട്ട് നിൽക്കുമ്പോൾ അവരെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങ് ഡിവോഴ്സ് അടുത്ത് കല്യാണം അത് നടക്കില്ല. അതങ്ങ് ഒരു പാഠമായി പോകും. കർത്താവ് അവസാനം പറഞ്ഞ് സുവിശേഷം വിളിച്ചു പറഞ്ഞിട്ട് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെന്ന്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കണം. അപ്പോ എനിക്ക് നിങ്ങളോടൊരു ആലോചന പറയാനുള്ളത്, മാക്സിമം വിവാഹബന്ധം വേർപെടുത്തരുത്. ഇനി അഥവാ അങ്ങനെ വന്നവർക്കുള്ള ദൂത്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പലരും ശുശ്രൂഷയിൽ നിന്ന് തന്നെ മാറിയിക്കുക. എനിക്കറിയാവുന്ന 100-ലധികം ദൈവദാസന്മാരുണ്ട്. ഞാൻ അവരോട് പറയുന്നത്, രണ്ടു കൂട്ടരെയും ഞാൻ കുറ്റം പറയുന്നില്ല. വിവാഹബന്ധം വേർപെടുത്തി നിൽക്കുന്ന രണ്ടു കൂട്ടരെയും ഞാൻ കുറ്റം പറയുന്നില്ല. സാഹചര്യങ്ങളാൽ സംഭവിച്ചു പോയി. കഴിയുമെങ്കിൽ മത്തായി 19 ആവർത്തനം 24 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളൊക്കെ വായിച്ച്, കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 7 അധ്യായം വായിച്ച്, അതോടൊപ്പം തന്നെ കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 11 അധ്യായം 1 മുതൽ 3 വരെ വായിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. തെറ്റുകളും കുറ്റങ്ങളും എല്ലാവരിലും ഉണ്ടാകാം. പഴിചാരാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പഴിചാരാതെ ഒരുമിച്ച് ചേരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരുമിച്ച് ചേർന്ന് പോകുന്നതാണ് നല്ലത്. ചേരാൻ കഴിഞ്ഞില്ല എങ്കിൽ 26-27 വയസ്സായ സഹോദരിമാർ, സഹോദരന്മാർ, 30 വയസ്സായ സഹോദരന്മാർ, പൗലോസ് അപ്പോസ്തലന് അജിതേന്ദ്രിയത്വം ഉണ്ടായിരുന്നത് കൊണ്ടെന്ന് പറയുമ്പോൾ തൻ്റെ ദൈവകൃപയാ. 9 കൃപാവരങ്ങളും പ്രാപിച്ച് ജ്വലിച്ച് കത്തി നിന്ന ഒരു അദ്ദേഹമായതുകൊണ്ട്, ദൈവം വിളിച്ചു വേർതിരിച്ചതുകൊണ്ട്, ദൈവശബ്ദം കേട്ട് പോയത് കൊണ്ട് അദ്ദേഹം അങ്ങനെ അങ്ങ് പോയി എന്നും പറഞ്ഞ് ഇന്നത്തെ പൗലോസുമാർ, ഒരു പൗലോസ് ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ച്, അപ്പോസ്തലനായ പൗലോസുമാരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ച്, ഒരാളെ ഒന്ന് കാണിച്ചു തരാമോ ആർക്കെങ്കിലും? കാരണം കർത്താവിൻ്റെ വരവ് അടുക്കാറായി. ഏത് സമയത്തും കർത്താവ് വരാം. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ട് തുടങ്ങി. കർത്താവ് മധ്യാകാശത്ത് വരുന്നത് അശുദ്ധന്മാരെ ചേർക്കാനല്ല, വിശുദ്ധന്മാരെ ചേർക്കാനാ, വിശുദ്ധമതികളെ ചേർക്കാനാ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഏത് ഭാഷയിൽ വിളിച്ചാലും അപ്പൻ്റെ ശബ്ദം ആടുകൾ കേൾക്കും. യോഹന്നാന്റെ സുവിശേഷം 10:3-4 വാക്യങ്ങൾ. അപ്പോൾ തള്ളപ്പെടരുത്. കർത്താവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ നാം എടുക്കപ്പെടണം. മണവാട്ടി സഭയെ ചേർക്കുവാൻ കർത്താവ് വരിക. പരസ്ത്രീ ബന്ധം, വിവാഹം വേർപെടുത്തി നിൽക്കുന്നവരോട് ഒരാലോചന. കൊരിന്ത്യർ 4:7 അധ്യായത്തിൽ നിന്ന്, പരസ്ത്രീ ബന്ധം പാടില്ല.
അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, ഇത് രണ്ടാമത്തേത് അങ്ങനല്ല, അതും മാതാപിതാക്കളാൽ കൂട്ടിച്ചേർത്തത്. ആ മാതാപിതാക്കൾ വിഷമിക്കുന്ന വിഷമം നോക്ക്. സഹോദരിമാരുടെ ആയിട്ട് സഹോദരന്മാരുടെ ആയിട്ട് അവർക്ക് നാണം കെട്ട് പുറത്തിറങ്ങാൻ പറ്റുമോ? വിവാഹം ഒന്നേ ഉള്ളൂ. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. കൾട്ടുകൾ കുറെ ഇറങ്ങിയിട്ടുണ്ട്, അതൊന്നും ഞാനും അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ആ രണ്ട് ക്ഷേത്രങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ തിരുവമ്പാടി ഭഗവതിയും പാറമേക്ക ഭഗവതിയും അവർ ആന എഴുന്നള്ളത്തുമായി വന്ന് രണ്ട് സൈഡിൽ നിന്ന് അവരുടെ പ്രത്യാശയോടെ കടന്നു വന്ന്, അവരെ വിഗ്രഹമാണെങ്കിലും അവർ വന്ന് രണ്ട് സൈഡിലായിട്ട് ആന നെറ്റിപ്പട്ടവുമായിട്ട് വന്ന് നിന്നിട്ട് ഉപചാരം ചൊല്ലി അവർ പിരിയുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന. പുതിയ ഭക്തന്മാർക്ക് ഒരു ക്ഷാമവും ഇല്ലാത്തതുകൊണ്ട്, മാളികപ്പുറത്ത് അമ്മയുടെയും വിവാഹം നടക്കാത്തതുകൊണ്ട് അവരുടെ വേദന ഭാവനയാണ്, അല്ലെങ്കിൽ ഐതിഹ്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് വിശുദ്ധിയോടെ വേർപാടോടെ നിൽക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് കർത്താവിൻ്റെ വരവ് വലിയൊരു വിഷയം തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷം 12:1-3 വരെ ഉള്ള ഭാഗം വായിക്കുമ്പോൾ കർത്താവ് വീണ്ടും വരും, മടങ്ങി വരും തൻ്റെ കാന്തയെ ചേർക്കുവാൻ. എഫേസ്യർ 5:26-32 ഭാഗങ്ങൾ വായിക്കുക. വിശുദ്ധിയോടെ വേർപാടോടെ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ചേർക്കുവാൻ കർത്താവ് മധ്യാകാശത്ത് വരും. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്താ ഈ ഡിവോഴ്സ് ആവാനുള്ള കാരണം? എന്താ? നമ്മളൊക്കെ സമുദായ സഭകളെ കുറ്റം പറയും. ഇപ്പം ഞാനിത് പറയുമ്പോൾ പറയും ഇയാൾ നേരെ പാരമ്പര്യത്തിലോട്ട് പോയെന്ന്. ഞാൻ പാരമ്പര്യത്തിലോട്ട് പോകാനൊന്നുമല്ല, ഞങ്ങൾ CSI പാരമ്പര്യക്കാർ തന്നെയാണ്, എല്ലാം വിട്ടിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ പറഞ്ഞത്, അവരൊക്കെ വിവാഹത്തിന് മുൻപ് ചെറുക്കനെയും പെണ്ണിനെയും വിളിച്ച് ഒരാഴ്ചത്തെ കൗൺസിലിംഗാണ് കൊടുക്കുന്നത്. ഈ റെഡിമെയ്ഡ് കല്യാണം തുടങ്ങിയത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ കൂടിയത്. ഇന്നലെ കണ്ടു, നാളെ നടന്നു. ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 18 വയസ്സ് 20 വയസ്സ് കഴിഞ്ഞാൽ തീയ കുഞ്ഞിനെക്കുറിച്ച് ഉള്ളിൽ കത്തുന്നത്. അവസാനം കൈ കിട്ടുന്നതിനെ പിടിച്ച് ദൈവഹിതമില്ലാത്തതിൻ്റെ കൂടെ പറഞ്ഞു വിടും. പിന്നെ അനുഭവിക്കുന്നതാണ് ഘട്ടം. എത്രയോ സൗന്ദര്യം ചെറിയ ചെറിയ കാര്യങ്ങൾക്കായി ഇന്ന് പിണങ്ങുന്നത്. പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ള 6-7 കാര്യം ഞാൻ പറഞ്ഞുതരാം. ABCDEFGH ഇത്രയും കാര്യങ്ങളെങ്കിലും നോക്കണ്ടേ നമ്മൾ? 1 ഏജ്, B ബാക്ക്ഗ്രൗണ്ട്, C ക്യാരക്ടർ, D ഡോവറി, E എഡ്യൂക്കേഷൻ, F ഫാമിലി, G ഗ്ലാമർ, H ഹൈറ്റ്. ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ നോക്കണ്ടേ കുറഞ്ഞത്? ബാക്കിയൊക്കെ ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ. അത് രമ്യ 17:9 കിടപ്പുണ്ട്, 7, 8, 9 ആന്തരിക പരിശോധനയാണ് ബാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക്
ഇവർ കുടുംബജീവിതത്തിലേക്ക് വേർപെട്ട് നിൽക്കുന്നവർ, അവരെ ആരാധനയ്ക്ക് ഇനി അവർ രണ്ടുപേരും കൂടെ 10 പേരുടെ മുമ്പിൽ, വിവാഹം എന്ന് പറയുന്നത് ഇന്നത്തെ ആഡംബര കല്യാണമൊന്നുമല്ല വിവാഹം. ബൈബിൾ അടിസ്ഥാനത്തിൽ യാദൻ തോട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അന്ന് പിന്നെ നിങ്ങൾക്ക് പറയാം വേറെ ആൾക്കാരില്ലായിരുന്നു എന്ന് പറയാം, എങ്കിലും ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു, മാതാവായി പിതാവായി ദൈവം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ തോട്ടത്തിൽ കല്യാണം, പട്ടണവാതിൽക്കൽ കല്യാണം. രൂത്തിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ 10 മൂപ്പന്മാരെ വിളിച്ചു വരുത്തി പട്ടണവാതിൽക്കൽ, വീട്ടിൽ കല്യാണം. യോഹന്നാൻ 2 വീട്ടിൽ കല്യാണം, പട്ടണവാതിൽക്കൽ, തോട്ടത്തിൽ കല്യാണം. നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹാളിനകത്ത് കല്യാണം നടത്തുന്നുണ്ട്. അല്ല, ചർച്ചിൽ സൗകര്യമുള്ളവർ അങ്ങനെ, ഇല്ലാത്തവരെന്ത് ചെയ്യുന്നു? ഹോളെടുത്ത് നടത്തുന്നു. പക്ഷെ ഇതെല്ലാം ആണെങ്കിലും എനിക്ക് നിങ്ങളോടൊരു ദൂത് പറയാനുള്ളത്, ഈ വചനം വായിച്ച് പ്രാർത്ഥിച്ച്, ഈ പറഞ്ഞ വചനങ്ങളെല്ലാം വായിച്ച് പ്രാർത്ഥിച്ച് ഒറ്റയ്ക്ക് താമസിക്കാതെ, ആരെ പള്ളി കയറ്റിയോ കയറ്റിയില്ല എന്നുള്ളതല്ല വിഷയം. പലതും കള്ളും കുടിച്ച് കൂത്താടി നടപ്പുണ്ട്, പരസ്ത്രീ ബന്ധമായിട്ട് നടക്കുന്നുണ്ട്, മറിച്ചും നടക്കുന്നുണ്ട്. അത് വരാതിരിക്കാൻ ഈ യൗവനക്കാരെ ഒന്നായി ചേർത്ത് വയ്ക്കുന്നതല്ലേ നല്ലത്? 2 കൂട്ടരെ ഇല്ല. പൗലോസ് അപ്പോസ്തലനെ പോലെ അജിതേന്ദ്രിയത്വം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സഹോദരിമാരുണ്ട്, അങ്ങനെയുള്ള സഹോദരന്മാരുണ്ട്. അല്ലാത്തവർ വിവാഹം കഴിക്കട്ടെ. 71 വയസ്സായ കളവന്മാരും കെട്ടുന്നില്ലേ? അതൊക്കെ തെറ്റാ. ഇനി പോട്ടെ, എനിക്കതിനകത്തൊന്നും തെറ്റ് ശരിയെന്നല്ല ഞാൻ പറഞ്ഞു. ആ യൗവനക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു. പലരെയും കളിയാക്കുക. വിവാഹം കഴിഞ്ഞത് മൂലം സഭയിൽ കയറ്റൂല, അവരെ അങ്ങ് നിരാശപ്പെടുത്തി കർത്തൃമേശ കൊടുക്കൂല. കുറവുകളെ ഏറ്റുപറഞ്ഞ് സ്വർണ്ണം ഇട്ടാൽ കർത്തൃമേശ കൊടുക്കൂല. ഇത് കൾട്ടൊന്നുമല്ല. നിങ്ങളിത് ഞാൻ പറഞ്ഞ ഇത്ര അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. മോശ ഉപേക്ഷണ പത്രം കൊടുക്കാൻ പറഞ്ഞതിൻ്റെ കാരണവും കർത്താവിൻ്റെ കാലത്ത് 2 പുള്ളികളുണ്ടായിരുന്നു, ഗമാലിയന്മാർ. 1 ഷമ്മായി, 2 ഹില്ലേൽ പക്ഷക്കാർ. ഹില്ലേൽ പക്ഷക്കാർക്കാണെങ്കിൽ ഭാര്യ വ്യഭിചരിച്ചാൽ വിവാഹബന്ധം വേർപെടുത്തണം. മറ്റവർക്ക് കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഹില്ലേൽ പക്ഷക്കാർക്ക് കർത്താവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന 2 റബിമാരാണ്. പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, മുഖത്ത് മൂടുപട വിട്ടുകൊണ്ടിറങ്ങണം, പുരുഷന്മാരുമായിട്ട് സംസാരിക്കാൻ പാടില്ല, ഭക്ഷണത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ഉപ്പ് കൂടിയ പ്രശ്നം ഉപേക്ഷിക്കുക. അങ്ങനെ കുറേ നിബന്ധനകൾ കൊണ്ടുവച്ചു. ഭർത്താവിനെ അനുസരിക്കണം, ഭർത്താവിനെ അനുസരിക്കാത്തവരെ ഉപേക്ഷിക്കുക, ഇങ്ങനെയൊക്കെ കുറേ ഇതുകൾക്ക് കൊണ്ടുവച്ച കാലഘട്ടമായി. ഞാൻ പറഞ്ഞത്, അവിടെ ഉപേക്ഷണ പത്രം കൊടുക്കാൻ മോശ പറഞ്ഞത് ആവർത്തനം 24 വർഷങ്ങളെടുക്കും. ഇതെല്ലാം എഴുതി ചേർത്ത് ഉണ്ടാക്കിയൊക്കെ വരാൻ വർഷങ്ങളെടുക്കും. ആ സമയത്ത് ഇനി വിവാഹം കഴിക്കാൻ ഭാര്യ പിണങ്ങിപ്പോയിട്ടും ഭർത്താവ് പിണങ്ങിപ്പോയിട്ടും വിവാഹം കഴിക്കാൻ നിൽക്കുന്ന അജിതേന്ദ്രിയത്വമുള്ള അനേക സഹോദരന്മാർ, ദൈവദാസന്മാർ, ദൈവദാസിമാരുണ്ട്. അതും അറിയാം. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം, പല രീതിയിൽ
ഒത്തിരി പേര് ഇവിടെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറയാറുണ്ട്, വിവാഹം ഭർത്താവ് മരിച്ച് അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ട് 4 ദിവസം ആകുന്നതിന് മുമ്പേ നിനക്ക് ജോലി വാങ്ങിച്ചു തരാം, അത് വാങ്ങിച്ചു തരാം, ഇത് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് വശീകരണ അബ്ശാലോമിൻ്റെ ആത്മാവുള്ള കുറേ എണ്ണത്തിന് ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരെ ദൈവം എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം പലരും അവരെ ജീവിക്കാൻ വിട്, അവരെ ജീവിക്കാൻ വിട്. ദൈവത്തെക്കാളും വലിയ പുള്ളികളൊന്നുമല്ല ഈ പറയുന്നവരും വിലക്കുന്നവരും മാറ്റി നിർത്തുന്നവരും. ദൈവത്തെക്കാൾ വലിയ പുള്ളികളൊന്നും ആരുമില്ല ഇവിടെ, ഈ ലോകത്തിലില്ല. പക്ഷേ ദൈവം പറഞ്ഞതാണ് വിവാഹം എല്ലാവർക്കും മാന്യം. അതാർക്ക്? ഈ കന്യാസ്ത്രീകൾ എടുക്കുന്ന വിഷയം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിലാണ്. ഭർത്താവുമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ മക്കളെ പ്രസവിക്കണം, കഷ്ടപ്പെടും. കഷ്ടപ്പാട് നിമിത്തം അവരെന്ത് ചെയ്യുന്നു? കഷ്ടപ്പെടാൻ വയ്യ. പക്ഷെ പിന്നത്തേതിലാണ് കഷ്ടപ്പെടുന്നത്, ലാസ്റ്റിലാണ് അവർ കഷ്ടപ്പെടുന്നത്. ദൈവം പറഞ്ഞ് മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ലത്. അപ്പോസ്തലനായ പൗലോസ് ഉപദേശമായിട്ട് പറയുമ്പോൾ 13:4 ഉപദേശമായിട്ട് എടുക്കുമ്പോൾ അവിടെ പറയുന്നത് എല്ലാവർക്കും വിവാഹം, എല്ലാവർക്കും മാന്യം. അങ്ങനെയാണെങ്കിൽ എഴുതിയ പുള്ളിക്കും മാന്യമാണ്. അദ്ദേഹം കഴിച്ചിട്ടുണ്ട്. ഒന്നുകിൽ തൻ്റെ ഭാര്യ മരിച്ചു പോയിരിക്കണം, ഇല്ല എങ്കിൽ താൻ ബന്ധകോശി വന്നുകൊണ്ട് തന്നെ ഉപേക്ഷിച്ചു പോയി, അത്രയേ ഉള്ളൂ. ഇൻകിലാബ് വിളിച്ചുകൊണ്ട് പോയി. അപ്പം അതുകൊണ്ട് ആരും ആരെയും വിധിക്കണ്ട. റോമർ 14 പറയുന്നത് പോലെ തിന്നുന്നവൻ തിന്നാത്തവനെ വിധിക്കണ്ട, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കണ്ട എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ തെറ്റിനെ ഗ്രഹിക്കാൻ നീ ആരാ? ഞാൻ തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിച്ചു തന്ന ഓരോരുത്തരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ട് രമ്യ 32:40 പറയുന്നത് പോലെ അവർ എന്നെ വിട്ടുപിരിയാതിരിക്കുവാൻ ഞാൻ എങ്കിലുള്ള ഭക്തി അവരുടെ ഉള്ളിലാക്കും. അവരാണ് യഥാർത്ഥ ഭക്തന്മാർ. വിധവന്മാരുടെ വീട്ടിൽ പോയാൽ എന്ത് ചെയ്യത്തില്ല? കളങ്കം വരുത്താൻ നോക്കത്തില്ല. കളങ്കം വരുത്താൻ നോക്കത്തില്ല. പോത്തിഫർ ഇല്ലാത്ത സമയത്ത് ഉൽപ്പത്തി 39 പോത്തിഫർ ഇല്ലാത്ത സമയത്ത് പോത്തിഫറിൻ്റെ ഭാര്യ യോസഫിനെ കളങ്കപ്പെടുത്താൻ നോക്കി. അപ്പോൾ ഭർത്താവ് ഉണ്ടായാലും പോകുന്നവളുമാരുണ്ട്, ഭാര്യ വിട്ടിട്ട് അന്യസ്ത്രീകളോട് പോകുന്നവന്മാരുമുണ്ട്. സ്വന്തം ഭാര്യയെ വിട്ടിട്ട്. ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുക. എന്തു ചെയ്യണം? അങ്ങനെ സാഹചര്യവശാൽ ഡിവോഴ്സായി നിൽക്കുന്നവരെ, വിവാഹബന്ധം വേണ്ട അല്ല മാറി നിൽക്കുന്നവരെ, പരസ്ത്രീ ബന്ധവുമായിട്ട് വ്യഭിചാരത്തിലേക്ക് പോകാതെ, നിത്യനാശത്തിലേക്ക് പോകാതെ, റോമർ 15:1, ഗലാത്യർ 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളും വായിച്ചു നോക്കിയേ. യാക്കോബ് 5:19, യൂദായുടെ ലേഖനം 20 മുതൽ 24 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ അറിയാം. ഞാനിവിടെ നിർത്തട്ടെ. ഒരുത്തൻ സത്യം വിട്ട് തെറ്റിപ്പോയാൽ അവനെ നേർവഴിക്കാക്കുന്നവൻ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിരുന്നു. എൻ്റെ ദൈവം മണ്ണിലും എഴുതും വെണ്ണിലും എഴുതും. വെണ്ണിൽ ഒരിക്കൽ മോശ പ്രാർത്ഥിച്ചു. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൽ 32, 34 വരെ പ്രാർത്ഥിച്ചു. യഹോവേ, ജനം മഹാപാതകം ചെയ്തു, ഇവരെ നീ പിടിപ്പിക്കണം, ഇല്ല എങ്കിൽ നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണം.
ദൈവം പറഞ്ഞില്ല, ഞാൻ നിൻ്റെ പേര് മായ്ച്ചു കളയത്തില്ല, പാപം ചെയ്തവൻ്റെ പേരിനെ ഞാൻ മായ്ച്ചു കളയും. വളരെ ശ്രദ്ധിച്ചോണ്ടേ. വെളിപ്പാട് പുസ്തകം 20:15, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പേര് കാണണം, പേരുണ്ടെന്ന് പറഞ്ഞ് നടക്കരുത്, പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്നും മായരുത്. 31:18 വിണ്ണിലിരുന്ന് എഴുതിയവൻ, പുറപ്പാട് ദിവസം 31:18, വിണ്ണിലിരുന്ന് കൽപ്പലകളിൽ 2 കൽപ്പലകളിൽ ദൈവത്തിൻ്റെ വിരലുകളാൽ വചനമെഴുതി കൊടുത്തവൻ മണ്ണിൽ വന്നിരുന്ന് എഴുതുന്നു. വിണ്ണിലെഴുതിയത് വചനം, മണ്ണിലെഴുതിയത് എന്താണെന്ന് നോക്കിയാൽ യിരെമ്യാപ്രവചനം 17:13 പറയുന്നു, എന്നെ വിട്ടു പോകുന്നവരെ അവരുടെ പേര് ഞാൻ മണ്ണിൽ എഴുതി വയ്ക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവവചനം വിട്ടു പോകുന്നവൻ്റെ പേര് മണ്ണിലെഴുതുമ്പോൾ വിശുദ്ധിയോടെ വേർപാടോടെ നിൽക്കുന്നവൻ്റെ പേര് വിണ്ണിലെഴുതും. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ നമുക്ക് ആ നിത്യത നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. അതിനായി ദൈവകരങ്ങൾ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി അടിയനെ സമർപ്പിക്കുന്നു. അടിയനെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ 3 പേരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലോകമെമ്പാട് ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാർ, ദൈവദാസന്മാർ, ദാസിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജയിലിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു, കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്കായി, പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ജഡ്ജിമാർക്കായി, വക്കീലന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. നീതിന്യായം നടത്തട്ടെ. പോലീസ് അധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീതിന്യായം നടത്തട്ടെ. മത്സ്യം പിടിക്കാൻ പോകുന്നവർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്യണം. ലോകരാഷ്ട്രങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സമാധാന സന്തോഷം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഞങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗീയ സാന്നിധ്യം, കൃപ അവിടുന്ന് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്നവർ അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണം. കർത്താവെ, നല്ല രീതിയിൽ ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, ചെയ്തു പോയ തെറ്റുകളെ ഏറ്റുപറഞ്ഞ്, കുറവുകളെ ഏറ്റുപറഞ്ഞ്, കർത്താവെ, ഒരു മാനസാന്തരത്തിലേക്ക് എല്ലാവരെയും നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം മുഴുമകത്തോടുന്ന് യേശുക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ഓൾ അബണ്ടലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.